ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുന്നിലുള്ള കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയർ 3:14 ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലക്കിലേക്ക് ഓടുന്നു. പ്രമേയങ്ങൾ പുതുവർഷത്തിന് മാത്രമല്ല, എന്നാൽ അവർ എല്ലാ മാസവും അവിടെ ഉണ്ടായിരിക്കണം. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും അതുണ്ടായിരിക്കണം. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ പരിശോധിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ വിവിധ തീരുമാനങ്ങൾ എടുക്കേണ്ടത് പ്രധാനമാണെങ്കിലും അവ നടപ്പിലാക്കുന്നതും അതുപോലെ തന്നെ പ്രധാനമാണ്. 2 തരത്തിലുള്ള പ്രമേയങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. മറ്റൊന്ന്, നമ്മൾ പിന്തുടരേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നാം മറക്കണം. മറ്റു ചില കാര്യങ്ങളിൽ നാം ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, പിൻപിലുള്ളവയെ മറന്നും കൊണ്ട് മുൻപിലേക്ക് ഓടുക എന്ന്. പിന്നിലുള്ള കാര്യങ്ങൾ മറക്കാൻ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നാം മറക്കണം? മറ്റുള്ളവരോടുള്ള കയ്പും ദേഷ്യവും അസൂയയും ക്രോധവും എല്ലാം നാം മറക്കണം. ക്ഷമിക്കാതിരിക്കരുത്. നമുക്കെതിരെ സംസാരിച്ചവരോടോ നമ്മെ ഒറ്റുകൊടുത്തവരോടോ ഉള്ള പക വെച്ചു പുലർത്തുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ കഴിയുകയില്ല. സൊദോം ഗൊമോറയിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. എന്നാൽ അതവർ മറന്നു. ഇസ്രായേൽ മക്കളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടത് അവർ വാഗ്ദത്ത ദേശമായ കാനാനെ കുറിച്ചല്ല ചിന്തിച്ചത്, മറിച്ച് മിസ്രൈമിനെ കുറിച്ചായിരുന്നു. യോസഫിന്റെ വിവാഹം കഴിഞ്ഞതിനു ശേഷം തന്റെ മുൻകാല ജീവിതത്തിലെ ദുഃഖങ്ങളിൽ ദൈവം ചിന്തിച്ചില്ല. അവൻ പറയുന്നത് നോക്കൂ, ദൈവം എന്റെ എല്ലാ അധ്വാനവും എന്റെ പിതൃഭവനവും എല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിച്ചു എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 41:51 കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ മുൻകാല വേദനകൾക്കായി നിങ്ങൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ ആനന്ദം നിങ്ങൾ എപ്പോഴാസ്വദിക്കും? അതുകൊണ്ടാണ് സങ്കീർത്തനം 45:10-11 കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നത്, അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായിക്ക. സ്വന്തം ജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്ന്. ദാവീദിന്റെ മകന് അസുഖം വന്നപ്പോൾ അവൻ 7 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ആ കുട്ടി മരിച്ചു. അതിനുശേഷം ദാവീദ് അതിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ചില്ല. ദൈവഹിതം തന്റെ പ്രാർത്ഥന അഭ്യർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമാണെന്നറിഞ്ഞ അദ്ദേഹം സ്വയം കഴുകി എണ്ണ പൂശി തനിക്ക് ഭക്ഷണം നൽകാനും ആവശ്യപ്പെട്ടു. ദൈവമക്കളെ, മറക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ ഓർക്കണം എന്നും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഓർക്കുക. സങ്കീർത്തനം 103:2 കാണുന്നത് പോലെ. 2. ദൈവവചനം ഓർക്കുക. സങ്കീർത്തനം 119:153 കാണപ്പെടുന്നത് പോലെ. 3. നിങ്ങളുടെ രക്ഷകനായ കർത്താവായ ദൈവത്തെ ഓർക്കുക. സങ്കീർത്തനം 106:21 കാണപ്പെടുന്നത് പോലെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 1:1-2 ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സങ്കീർത്തനങ്ങൾ 10, 11, 12 വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 19 1-20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.